അല്ല ഗൈസ്, കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ക്ഷമിച്ചേക്കുക. എക്സാം ഒക്കെ ആയിരുന്നുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ഇടാനൊക്കെ താമസിച്ചു പോയി. ഏകദേശം മാസങ്ങളോളമായി. അപ്പോൾ ഈ മാസം ഇറങ്ങാൻ പോകുന്ന സാംസങ്ങിന്റെ S25 സീരീസിന്റെ ഏതാനും കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് ഞാൻ കൺഫേം ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല, എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എന്നാലും ചില ഫീച്ചേഴ്സ് കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒട്ടും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ അറിഞ്ഞാൽ കഴിയും, ഈ ഒരു സീരീസിൽ 4 സ്മാർട്ട് ഫോൺസ് ഉണ്ട്. S25, S25 പ്ലസ്, S25 അൾട്ര, പിന്നെ S25 സ്ലിം എന്ന് പറഞ്ഞൊരു പുതിയ സ്മാർട്ട് ഫോണും കൂടിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റും അറിഞ്ഞു കാണുമല്ലോ, ഈ മാസം 22-ാം തീയതി. S24 അൾട്രയിൽ നിന്നും S25 അൾട്രയിലോട്ട് വരുമ്പോൾ ഉള്ള ചേഞ്ച് നോക്കിയാലോ. ഡിസൈനിൽ മെയിനിലുള്ള ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറയുടെ ചുറ്റിലുള്ള മൊഡ്യൂളിന്റെ ഒരു കട്ടി ഒന്ന് കുറച്ച് കൂട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞു വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നല്ലൊരു കേസ് ഇട്ടിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തറ വീണ ഡിസ്പ്ലേ ഒക്കെ പോയാൽ 1 ലക്ഷമൊക്കെ കയ്യിൽ നിന്ന് കീറി പോകണമെന്ന് അറിയത് പോലുമില്ല. പിന്നെ അല്ലാണ്ട് തന്നെ വേറൊരു കാര്യം, കൂടുതലാണ്ട് തന്നെ S24 അൾട്രയിൽ ഗ്രേഡ് 2 ടൈറ്റാനിയം ആയിരുന്നു. അത് ഇനി ഈ പ്രാവശ്യം വരുമ്പോൾ S25 കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഗ്രേഡ് 5 ടൈറ്റാനിയം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഐഫോണിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന സെയിം അതേ ടൈറ്റാനിയം തന്നെ. ഇനി അല്ലാണ്ട് തന്നെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ടൈറ്റാനിയം എന്നീ കളേഴ്സിലായിരിക്കും വരുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണാതിരിക്കും. അപ്പൊ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്രാവശ്യം വരാൻ പോകുന്ന S25 അൾട്രയും പിന്നെ അതുപോലെ തന്നെ നോൺ അൾട്ര സ്മാർട്ട് ഫോണും എഡ്ജസ് നോക്കുകയാണെങ്കിൽ കർവ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഫ്രെയിം തന്നെയായിരിക്കും ഇപ്രാവശ്യവും വരുന്നത്. അതുകൊണ്ടുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, മുമ്പത്തെ സീരീസിലായിരുന്നെങ്കിൽ കയ്യിലിരിക്കുന്ന അൾട്രാ ഫോണ് ഒരു ചെറിയ ടി വി കയ്യിലിരിക്കുന്നത് പോലെയായിരുന്നു തോന്നിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് മാറ്റിയിട്ട് ഡിസ്പ്ലേ സൈസ് കൂട്ടും, 6.9 ഇഞ്ചസ് ആക്കി മാറ്റും. പിന്നെ എന്തിനാണെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ സാംസങ് അൾട്രാ സീരീസിലെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. അവരതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ അതിനായിട്ട് തന്നെ പ്രത്യേകിച്ച് സാംസങ് ഡിസ്പ്ലേ മാറ്റി വയ്ക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എന്തായാലും കിടിലം കച്ച് ക്വാളിറ്റിയാണ്. നമ്മുടെ S25 അൾട്രയുടെ പുറകുവശമുള്ള ഒരു ലെൻസ് ഡിസൈൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം S24 അൾട്രയിലുണ്ടായിരുന്ന സെയിം ഡിസൈൻ, അതിൻ്റെ ആ ഒരു ക്യാമറയുടെ ലെൻസിൻ്റെ റിങ് ചെറുതായിട്ടൊന്നും കുറച്ചുകൂടെ തിക്കാക്കിയിട്ടായിരിക്കും S25 വരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ S25 അൾട്ര ഇൻക്ലൂഡിങ് അല്ലാതെ തന്നെ നമ്മുടെ ബാക്കി 3 ഫോൺസിനകത്തും Gen 4 അല്ല, സ്നാപ്ഡ്രാഗൻ്റെ 8 Elite എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദ മോസ്റ്റ് പവർഫുൾ ചിപ്പ് സെറ്റ് ഓഫ് സ്നാപ്ഡ്രാഗൺ എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ ലാപ്ടോപ്സിനൊക്കെ വേണ്ടി മേക്ക് ചെയ്യുന്ന ചിപ്പ് സെറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒറൈൻ കോർ എന്ന പേര്, ആ കോറാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് ബൂസ്റ്റിങ് നല്ലപോലെ തന്നെ പ്രതീക്ഷിക്കാം. സാംസങ്ങിന് വേണ്ടി മാത്രമായിട്ട് ക്ലോക്ക് സ്പീഡൊക്കെ കൂട്ടി അടിച്ച് വിട്ട സാധനമാണെങ്കിൽ പറയണ്ട, ക്വാളിറ്റി ആയിരിക്കും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പിന്നല്ലാണ്ട് തന്നെ തീ പറഞ്ഞ പെർഫോമൻസ് ഒക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൂഫൊന്നും ഇല്ലാതെ ഇങ്ങനെ വെളി അടിച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരത്തില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസം തന്നെ കാണുമായിരിക്കും. അതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. സോ ഫൈനലി 9 നാനോമീറ്ററിൻ്റെ ചിപ്പ് സെറ്റുകൾ ആൻഡ്രോയിഡ് ഫൈനലിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. പറഞ്ഞു വന്നത്, 9 നാനോമീറ്ററിൻ്റെ ചിപ്പ് സെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി എഫിഷ്യൻസി ആയിരിക്കും, നല്ല ബാക്കപ്പ് ഒക്കെ ഏകദേശം കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് വന്നിട്ടൊക്കെ അറിയാമായിരിക്കും. പിന്നെ സാംസങ് ഫോൺ വെറുതെ അല്ല വരുന്നത്, ഗാലക്സി A എന്നും പറഞ്ഞിട്ടുണ്ട്, അറിയാലോ. അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല റാം എഫിഷ്യൻസി ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ 16 GB റാമൊക്കെ ആയിട്ടാണ് വരുന്നതൊക്കെ, DDR6 റാമായിട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിരിക്കും മോനെ. പിന്നെ അല്ലാണ്ട് തന്നെ സാംസങ് S25 അൾട്രയുടെ ക്യാമറ സെറ്റപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ കാണുന്നതാണ് മെയിൻ സെൻസർ എന്ന് പറയുന്നത് 200 മെഗാ പിക്സലാണ്. ഈ ബാക്കി കാണുന്നത് നിങ്ങൾ വായിച്ചിട്ടു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ One UI 7 ആണ്. അത് ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 15 വരുന്നത്. അതിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് ആപ്പിളിലുള്ളതുപോലെയൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് S25 അൾട്രയ്ക്കും ബാക്കി ഫോണിനും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.